സാധാരണ സ്വപ്നങ്ങളുടെ അർത്ഥങ്ങൾ നിങ്ങളൊരിക്കലും അവഗണിക്കരുത്. നമസ്കാരം. സ്വപ്നങ്ങൾ എന്നത് നമ്മൾ ഉറങ്ങുമ്പോൾ മനസ്സിൽ രൂപപ്പെടുന്ന കെട്ടിച്ചമച്ച സാഹചര്യങ്ങൾ മാത്രമായിരിക്കാം. എന്നാൽ നമ്മൾ മറ്റുള്ളവരോട് പറയുന്നതോ പിന്നീട് എഴുതുന്നതോ ആയ കഥകളേക്കാൾ കൂടുതൽ അർത്ഥം അവയ്ക്കുണ്ടെങ്കിലോ? സ്വപ്നങ്ങൾക്ക് പ്രത്യേക അർത്ഥങ്ങളുണ്ടെന്ന് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടില്ലെങ്കിലും വർഷങ്ങളായി അവ സ്വയം അവബോധം വളർത്തുന്നതിനും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മളെ അലട്ടുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും പഠനവിധേയമാക്കിയിട്ടുണ്ട്. ഒരു സാമൂഹ്യ പ്രവർത്തകയും സ്വപ്ന വിദഗ്ധയുമായ സൂസൻ ബെർഗ്മാൻ പറയുന്നതനുസരിച്ച് സ്വപ്നങ്ങൾ ഒരു സാർവത്രിക ഭാഷയാണ്. വൈകാരിക ഭാഷയിൽ നിന്ന് പലപ്പോഴും വിപുലമായ ചിത്രങ്ങൾ സൃഷ്ടിക്കുന്നു. നിങ്ങൾ ഇടയ്ക്കിടെ കാണുന്ന ചില സ്വപ്ന വിഷയങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സാധാരണയായി കണ്ടുവരുന്ന 7 സ്വപ്നങ്ങളുടെ അർത്ഥങ്ങൾ ഇതാ. വഴിതെറ്റിപ്പോകുകയോ കുടുങ്ങിപ്പോകുകയോ ചെയ്യുന്നത്. ഇത് പലരും സാധാരണയായി കാണുന്ന ഒരു സ്വപ്നമാണ്. വഴിതെറ്റിപ്പോകുകയോ കുടുങ്ങിപ്പോകുകയോ ചെയ്യുന്നത് യഥാർത്ഥ ജീവിതത്തിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അടുത്തതായി എന്തു ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഉറപ്പില്ല എന്നതിനെയാണ് സാധാരണയായി അർത്ഥമാക്കുന്നത്. കാടുകളിലോ വലിയ കെട്ടിടങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുഴഞ്ഞുമറിഞ്ഞ ഘടനയിലോ വഴിതെറ്റിപ്പോകുന്നതായി സ്വപ്നം കാണുന്നവർക്ക് പലപ്പോഴും അമിതഭാരം അനുഭവപ്പെടുകയും ഒരു വഴിയും കണ്ടെത്താൻ കഴിയാതെ വരികയും ചെയ്യും. ഇത് യഥാർത്ഥ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്ന മാനസിക, ശാരീരിക, സാമ്പത്തിക അല്ലെങ്കിൽ വൈകാരിക ഭാരങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. പൊതുഗതാഗതം നഷ്ടപ്പെടുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ബസ്സോ ട്രെയിനോ വിമാനമോ ടാക്സിയോ പോലുള്ള പൊതുഗതാഗതം നഷ്ടപ്പെടുന്നതായി സ്വപ്നം കണ്ടിട്ടുണ്ടോ? പലപ്പോഴും അത്തരം സാഹചര്യങ്ങൾ സ്വപ്നം കാണുന്നവർക്ക് വളരെ ചെറിയ വ്യത്യാസത്തിൽ അവ നഷ്ടപ്പെടുന്നതായിട്ടായിരിക്കും അനുഭവപ്പെടുക. ഒരു ജോലിയുടെ അഭിമുഖത്തിനോ ഒരു പരിപാടിക്കോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഇവൻറ്റിനോ വൈകുന്നതായും ഇത് ബന്ധപ്പെട്ടിരിക്കാം. യഥാർത്ഥ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾക്ക് പിന്നാലെ പോകാത്തതിൽ നിങ്ങൾക്കുള്ള ദുഃഖങ്ങളെ ഈ സ്വപ്നങ്ങൾ പ്രതിഫലിപ്പിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ട ബാൻഡിൻ്റെ ലൈവ് പ്രകടനം കാണുന്നത് നഷ്ടപ്പെടുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്ന ജോലിക്കായി കൃത്യസമയത്ത് അപേക്ഷിക്കാൻ കഴിയാത്തതോ ഇതിൽ ഉൾപ്പെടാം. യഥാർത്ഥ ജീവിതത്തിൽ ഇത് സാധാരണയായി ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങൾക്ക് നിയന്ത്രണമില്ലെന്ന് തോന്നുന്നതിനെയോ അല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾ ഒരു പ്രശ്നത്തിലേക്ക് നീങ്ങുകയാണെന്നതിനെയോ സൂചിപ്പിക്കുന്നു. പരീക്ഷാ സ്വപ്നങ്ങൾ. ഇത് കേൾക്കുമ്പോൾ തോന്നുന്നതിന് വിപരീതമായി ഈ സാഹചര്യം സ്വപ്നം കാണുന്നവർ സാധാരണയായി ഇനി സ്കൂളിൽ പഠിക്കുന്നവരല്ല. പരീക്ഷാ മുറി കണ്ടെത്താൻ പ്രയാസപ്പെടുന്നതോ പഠിക്കാത്തതിനാൽ തയ്യാറെടുപ്പില്ലാത്തതോ അല്ലെങ്കിൽ പരീക്ഷ പൂർത്തിയാക്കാൻ ആവശ്യമായ ഉപകരണങ്ങളില്ലാത്തതോ ആയ സാധാരണ സ്വപ്ന സാഹചര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. യഥാർത്ഥ ജീവിതത്തിൽ നിങ്ങളൊരു പരീക്ഷയെ നേരിടുകയാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു. അത് നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് നിങ്ങൾക്ക് ഉത്കണ്ഠയുണ്ടാക്കുന്നു. പിന്തുടരപ്പെടുന്നത്. ഇത് ഉത്കണ്ഠയുള്ള ആളുകൾക്ക് സാധാരണയായി ഉണ്ടാകുന്ന ഒരു സ്വപ്നമാണ്. ഒരു മൃഗമോ വ്യക്തിയോ അല്ലെങ്കിൽ തിരിച്ചറിയാൻ കഴിയാത്ത എന്തോ ഒന്ന് നിങ്ങളെ പിന്തുടരുന്നതായി അവ സാധാരണയായി സ്വപ്നം കാണുന്നു. യഥാർത്ഥ ജീവിതത്തിൽ അവർ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിന്ന് ഓടിപ്പോകാൻ ശ്രമിക്കുകയാണെന്ന് ഇത് അർത്ഥമാക്കുന്നു. അല്ലെങ്കിൽ അവർ ഇതുവരെ നേരിടാൻ തയ്യാറാകാത്ത ഒരു വികാരമായിരിക്കാം അത് ദുഃഖമോ ഒരു ബ്രേക്കപ്പോ ആകാം. പല്ലുകൾ കൊഴിയുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ വായിലേക്ക് കൈനീട്ടി നിങ്ങളുടെ പല്ലുകൾ കൊഴിഞ്ഞു പോകുന്നതായിട്ടോ അല്ലെങ്കിൽ ഒരു പല്ല് നഷ്ടപ്പെട്ടതായിട്ടോ സ്വപ്നം കണ്ടിട്ടുണ്ടോ? ഇത് നിങ്ങൾ യഥാർത്ഥ ജീവിതത്തിൽ അരക്ഷിതനാണെന്നോ ആകർഷകനല്ലെന്നോ അല്ലെങ്കിൽ വേണ്ടത്ര കഴിവില്ലാത്തവനാണെന്നോ തോന്നുന്നതിനെ സൂചിപ്പിക്കുന്നു. അത് നിങ്ങളുടെ സ്കൂൾ ജീവിതത്തിലോ ജോലിയിലോ അല്ലെങ്കിൽ പ്രണയബന്ധത്തിലോ ആകാം. മറ്റുള്ളവർ നിങ്ങളെ പരിഹസിക്കുകയോ അല്ലെങ്കിൽ വിധിക്കുമോ എന്ന ഭയവും നിങ്ങൾക്കുണ്ടായേക്കാം. താഴേക്ക് വീഴുന്നത്. ഈ സാഹചര്യം സ്വപ്നം കാണുന്നവർ പലപ്പോഴും ഒരു ഉയർന്ന കെട്ടിടത്തിൽ നിന്ന് വീഴുന്നതായിട്ടോ അല്ലെങ്കിൽ ഒരു കടലിൽ മുങ്ങുന്നതായിട്ടോ സ്വപ്നം കാണുന്നു. അവർക്ക് സാധാരണയായി നിസ്സഹായതയും അമിതഭാരവും അനുഭവപ്പെടുന്നു. ഈ സ്വപ്നങ്ങൾ നിങ്ങളുടെ മരണത്തെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പാണെന്ന് വിശ്വസിക്കുന്നത് ഒരു തെറ്റിദ്ധാരണയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങളുടെ വീഴ്ചയെക്കുറിച്ചുള്ള ഭയത്തെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എവിടെയാണെന്നതിൽ നിങ്ങൾക്ക് തൃപ്തിയില്ലെന്നോ ഇത് സൂചിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഒരു പുതിയ വഴി കണ്ടെത്താനോ അല്ലെങ്കിൽ വീണ്ടും അർത്ഥം കണ്ടെത്താൻ സഹായിക്കുന്ന ചില പുതിയ തിരഞ്ഞെടുപ്പുകൾ നടത്താനോ കഴിഞ്ഞേക്കാം.
നിങ്ങൾക്ക് അടുത്തതായി ഞങ്ങൾ ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രത്യേക വിഷയമുണ്ടെങ്കിൽ താഴെയുള്ള കമൻറ്റ് വിഭാഗത്തിൽ ഞങ്ങളെ അറിയിക്കുക. കൂടാതെ കൂടുതൽ സഹായകമായ നുറുങ്ങുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനും ഉറപ്പാക്കുക. നിങ്ങളുടെ സഹായത്തോടെ മനസ്സിനെയും മാനസിക പ്രശ്നങ്ങളെയും കുറിച്ച് കൂടുതൽ ആളുകളിലേക്ക് അവബോധം എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയും. കണ്ടതിന് നന്ദി.